തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. അങ്ങ് ഇറക്കി വിടാം എന്നുള്ള ആ ഒരു മോഹം ഉണ്ടല്ലോ. അതിന് പ്രധാനമായിട്ടുണ്ടായിരുന്നത് സുഗതനായിരുന്നു. സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്യില്ലല്ലോ. സുഗതൻ ഇനി കൗൺസിലർ അല്ലല്ലോ. അപ്പോ 50 പേരിലേക്ക് ബി.ജെ.പി. അങ്ങ് ഒതുങ്ങിപ്പോയല്ലോ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആശിച്ചിരുന്ന ആളുകളായിരുന്നു. പക്ഷെ ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുകയാണ് സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാം. അപ്പോ സുഗതൻ വീണ്ടും കൗൺസിലറായിട്ട് തന്നെ തുടരും എന്നല്ലേ അർത്ഥം? അതെ. അതായത് ഒരു ഭരണപ്രതിസന്ധി ഉണ്ടാക്കിയെങ്കിലും സുഗതനെ വെളിയിലാക്കിയാൽ സുഗതൻ ആ കൗൺസിലർ സ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ബി.ജെ.പിക്ക് ഭരിക്കാനാവാത്ത ഒരു സ്ഥിതി വരും. ഉം. അതിന് വേണ്ടിയിട്ടായിരുന്നു ഈ പറയുന്ന കോൺഗ്രസ്, സി.പി.എം ഒരുമിച്ച് ചേർന്നിട്ടുള്ള നാടകം മുഴുവൻ നടത്തിയത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി ഇതിനകത്ത് അന്തർലീനമായിരിക്കുന്ന ചില വസ്തുതകളുണ്ട്. അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി.ജെ.പിക്കുണ്ടാകുന്ന ജനസ്വാധീനം. ഒന്നാമത്തെ കാര്യം ഇവരെ ഉം. എല്ലാവരെയും ഭയപ്പെടുത്തുന്ന അതാണ്. ബി.ജെ.പി ഇത്രമേൽ ജനസ്വാധീനം നേടുന്നു. അത് മാത്രവുമല്ല, നല്ല ഭരണം, സദ്ഭരണം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് പോകുന്നു. നമ്മൾ എവിടെ നിന്നാണ് ജനങ്ങൾ അങ്ങനെ ഒരു അളവുകോല് വെക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. മേയർ ആര്യ രാജേന്ദ്രൻ്റെ കാലഘട്ടത്തിൽ നിന്നാണ് ഒരു അളവുകോല് ജനങ്ങൾ എടുക്കുന്നത്. എത്ര നല്ല ഭരണസമിതി വന്നിരിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, നഗരസഭയിൽ അടിമുടി മാറ്റമുണ്ടാകുന്നു, അഴിമതി ഇല്ലാതാകുന്നു, കോൺട്രാക്ടർമാരുടെ കാര്യം മുതൽ അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ കാര്യം മുതൽ ഈ പറയുന്ന മാലിന്യ പ്രശ്നം, തെരുവ് നായ പ്രശ്നം, ഈ കോർപ്പറേഷൻ്റെ വരുമാനം തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ കോർപ്പറേഷൻ ഇടപെടുന്നു. അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നു, അനധികൃത നിർമ്മാണങ്ങൾ ഒഴിപ്പിക്കുന്നു. അങ്ങനെ ഒരു ശരിയായ രീതിയിൽ, അതായത് കടയിലൊക്കെ ഫുട്പാത്ത് കയ്യേറിയൊക്കെ കട നടത്തിക്കൊണ്ടിരുന്നത് അതൊക്കെ ബി.ജെ.പിയുടെ നഗരസഭ വന്നതോടുകൂടി ഒഴിപ്പിക്കുകയാണുണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്രമത്തിലേക്ക് കാര്യങ്ങൾ വന്നു. മുമ്പ് ക്രമരഹിതമായി പൊയ്ക്കൊണ്ടിരുന്നത്, അതായത് ഒരു നിയമമോ ക്രമമോ കൃത്യമായി പാലിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നതിനാണ് മാറ്റം വന്നത്. അപ്പോൾ ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വലിയ പേരെടുക്കുന്ന കോർപ്പറേഷനെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കണമല്ലോ. ഇതായി ശ്രദ്ധ. ഇതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ മുഴുവൻ നടത്തി. എങ്ങനെയാണ് കൗൺസിലർ സുഗതനെ അറസ്റ്റ് ചെയ്യുന്നത്? കൗൺസിലർ സുഗതൻ്റെ പേരിൽ പല പല കേസുകളുണ്ടായിരുന്നു. ഉം. ഒക്കെ അവസാനമുണ്ടായത് ഉണ്ടായിരുന്നു. ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ അലമ്പുണ്ടാക്കാൻ വന്നവന്മാരെ ഒരു സ്വാഭാവികമായിട്ട് ജനപ്രതിനിധി എന്നുള്ള ഒരു നിലയ്ക്കും അതുപോലെ തന്നെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അക്രമത്തെ തടയാൻ ശ്രമിച്ചതിൻ്റെ പേരിലാണ് കേസെടുത്തിരിക്കുന്നത്. ആ കേസ് കൂടെ ആയപ്പോഴാണ് കാപ്പയിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതാണ്. കാപ്പ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ കേസ് പ്രതികളായിട്ടുള്ള ആൾക്കാരെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. 6 മാസം വരെ കരുതൽ തടങ്കലിൽ വെക്കാനും കഴിയും. അപ്പോൾ ഇതിൻ്റെ ഈ പറയുന്ന നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എത്ര കേസുകളാണ് ബാക്കി ഇവിടുത്തെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റുമാർ, സംസ്ഥാന പ്രസിഡന്റുമാർക്കടക്കം ഉള്ളത്? അവരെയൊക്കെ കാപ്പ ചുമത്തിയാലോ? അതായത് ഈ പറയുന്ന ഇപ്പം ആർഷോ എന്ന് പറഞ്ഞ സഭയുടെ നേതാവുണ്ടായിരുന്നല്ലോ. അയാൾ പോലീസിന് എവിടെയാണെന്ന് അറിയില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അയാൾക്കെതിരെ ഒരുപാട് കേസുകൾ ഉണ്ടായിരുന്നപ്പോൾ കേസിലൊന്നും അറസ്റ്റ് ചെയ്യാതിരുന്നതിന് കാരണം പറഞ്ഞ് അയാൾ എവിടെയാണെന്ന് അറിയില്ല എന്ന് റിപ്പോർട്ട് കൊടുത്ത ആളാണ്. ഇത് ഒരു റിപ്പോർട്ട് മാത്രമല്ല, ഒരുപാട് എസ്.എഫ്.ഐ, സി.പി.എം നേതാക്കന്മാർ ക്രിമിനലുകളായിട്ടുള്ളവർ, സാധാരണ കേസിൽ പെടുന്ന ആൾക്കാരല്ല, ക്രിമിനൽ കേസിൽ കൊലപാതക ശ്രമവും കൊലപാതകവും അടക്കമുള്ള കേസിൽ പ്രതിയായിട്ടുള്ള എസ്.എഫ്.ഐ നേതാക്കൾ, ഡിവൈഎഫ്ഐ നേതാക്കളെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അവരൊന്നും കാണാനില്ല. അവരൊക്കെ ഒളിവിലാണെന്നാണ് പറയുന്നത്. പക്ഷേ അവർ ഈ പറയുന്ന പൊതുസമൂഹത്തിൽ ഒരുപാട് പരിപാടികളിൽ, ചാനൽ പരിപാടികളിൽ ഒരു വന്നിരുന്ന് സംസാരിച്ചിട്ടുള്ള ക്രിമിനലുകളുണ്ടായിരുന്നു. അപ്പോൾ ഇവന്മാരൊക്കെ ഇങ്ങനെ തുറന്ന് നടക്കുകയും ഒരു കുഴപ്പമില്ലായിരിക്കും. ഒരു ബി.ജെ.പി കൗൺസിലർ നാടുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും പ്രശ്നങ്ങളിലുമൊക്കെ ഇടപെടുമ്പോൾ സ്വാഭാവികമായിട്ട് കേസിൽ പ്രതിയാവും. അങ്ങനെ സുഗതനെ അറസ്റ്റ് ചെയ്യിക്കുന്നു. ഇത് മാത്രമല്ല കേട്ടോ, സുഗതൻ്റെ 2, 3 വീഡിയോ ഞാൻ കണ്ടായിരുന്നു. കണ്ടിരുന്നോ? സുഗതൻ അവിടുത്തെ ഉം. റോഡ് നിർമ്മാണത്തിൻ്റെ കാര്യം, ഉം. കമ്മ്യൂണിറ്റി ഹാള് നിർമ്മിക്കുന്നതിൻ്റെ, ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തു. ആ ഒരൊറ്റ വീഡിയോകൾ മതി ഇവന്മാർ ഇല്ലാതായി അല്ല, പോകാനായിട്ട്. ശരിക്കും ഈ സുഗതന്റെ പ്രശ്നത്തോടൊപ്പം തന്നെ സുഗതനെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത രംഗങ്ങൾ നമ്മൾ കണ്ടതാണ്. കൊണ്ടുപോകുന്നത് കണ്ടതാണ്. ഇങ്ങനെയൊക്കെ ഒരു ഈ ടെററിസം പ്രതികളെയൊക്കെ അത്ര ആൾക്കാരെയൊക്കെ കൊണ്ടുപോകുന്ന രീതിയിലേക്ക് അത്രയും നമ്മുടെ കേരള പോലീസൊക്കെ അതെ. അത്രയും വളർന്നല്ലോ എന്നൊക്കെ അഭിമാനിക്കാൻ സംഭവിക്കും. അങ്ങനെയൊക്കെ കേരളത്തിൽ പിടിച്ചല്ലോ. വെടി പൊട്ടിക്കുന്ന എവിടെയൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന് തൃശ്ശൂർ പൂരത്തിനാണ്, അത് നമുക്കറിയാവുന്നതാണ്. അതല്ലാതെ പൊട്ടിക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിൻ്റെ ക്യാമ്പിൽ പരിശീലനം നടത്തുന്നിടത്ത് മാത്രമാണ്. അല്ലാതെ പോലീസിന് കേരളത്തിൽ തോക്ക് ഉപയോഗിക്കേണ്ടിയേ വരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് ആ സി ഐ അല്ലേ അയാൾ? അയാൾക്കൊരു മോഹം തോന്നിക്കാണും ഒന്ന് അല്ല, ശരിക്കും വെടി ഇയാളുടെ പൊട്ടിക്കണമെന്ന്. വീട്ടിൽ കേറിയല്ലേ സുഗതനെ പിടിക്കുന്നത്. അപ്പോ സാധാരണ ഒരു സ്റ്റേഷനിൽ 5 പോലീസുകാര് അത്രയൊക്കെ 5 വേണ്ട ആവശ്യമില്ല. അയാള് ഒന്നാമത് വീട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോ ആരും ജനപ്രതിനിധിയാണ്, ചെന്ന് വിളിച്ചാൽ വരും. അല്ല, അപ്പൊ സാധാരണ എന്തായാലും ഗതിയിലാണ്. പ്രവർത്തകർ നമ്മള് ഇഡിയുടെ കേസിലൊക്കെ കണ്ട പോലെ പിണറായി വിജയന്റെ വീടിന്റെ മുമ്പിൽ നിൽക്കുന്ന അത്രയും അധികം ആൾക്കൂട്ടം ഒന്നും ഇവരെ രക്ഷിക്കുക അല്ലെങ്കിൽ കവചമായിട്ട് അങ്ങനെ നിൽക്കുന്നില്ലല്ലോ. വീട്ടിലാണ്. അപ്പൊ അറസ്റ്റ് അതങ്ങനെ നിൽക്കട്ടെ. എന്തായാലും സുഗതനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് അങ്ങനെ അങ്ങ് നീങ്ങി പോകുമെന്നല്ല.
ഇത് നേരെ വരിക, കോർപ്പറേഷനിലേക്ക് വരിക, ഒക്കെ നിങ്ങളുടെ ഒരു കൗൺസിലറെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അതെ. ഒരു കൗൺസിലർ ഇല്ല, ഇനി നഷ്ടപ്പെട്ടു. ഇനിയിപ്പോ അങ്ങനെ അങ്ങ് പറഞ്ഞു പോകാം. അപ്പോഴാണ് ഈ സത്യപ്രതിജ്ഞയുടെ വിഷയം വരുന്നത്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ കൗൺസിലറും അയോഗ്യരാക്കുക, അവരെയൊക്കെ ഇറക്കി വിടുക, ഇതായിരുന്നു ആവശ്യം. അപ്പോൾ ഈ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അത് നടക്കാതെ വരുമ്പോഴത്തേക്ക് വീണ്ടും അവിശ്വാസ പ്രമേയത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അപ്പോൾ നിങ്ങളുടെ ഒരു കൗൺസിലർ ഇപ്പോഴും സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. അപ്പോൾ അയാൾ എന്താണ്? അയാൾ കൗൺസിലറായിട്ട് ഇരിക്കില്ലല്ലോ. അപ്പോൾ വീണ്ടും നമുക്ക് ഇനി ഈ അവിശ്വാസ പ്രമേയത്തിലേക്ക് ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും ഇങ്ങനെ ഒരു കാര്യം വരുമെന്നോ അല്ലെങ്കിൽ ഇനി ഇങ്ങനത്തെ സാധ്യതയേ ഉണ്ടാവില്ല എന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല. അപ്പോഴാണ് ഇതൊരു തിരിച്ചടിയായിട്ട് വരുന്നത്. 50 അല്ല 51 തന്നെയാണ് ഈ ബിജെപിക്ക് അവിടുള്ള ഭൂരിപക്ഷം എന്ന നിലയിലേക്ക് വീണ്ടും എത്തുന്ന ഒരു അതെ. സാഹചര്യം വരുന്നത്. അതായത് ഇതിനകത്ത് ഒരുപാട് ഘടകങ്ങൾ ആതിര പറഞ്ഞത് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഒന്ന് പോലീസിൻ്റെ ഇടപെടൽ. മറ്റൊന്ന് ഈ പറയുന്ന ഇവർക്ക് തന്നെ ഭയമായിരിക്കുന്നത് കൊണ്ട് എങ്ങനെയെങ്കിലും പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നത്. അത് മാത്രവുമല്ല, ഏതെങ്കിലും ഒരു കൗൺസിലറെ അപായപ്പെടുത്തി എന്ന് കേട്ടാൽ പോലും നമ്മൾ അതിശയിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഒരു കൗൺസിലറെ കൊന്നിട്ട് അവിടുത്തെ ഭരണത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കി ആ ബി.ജെ.പിയെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് പോലും ഈ ക്രൂരന്മാർ, നീചന്മാർ ശ്രമിച്ചേക്കും എന്നുള്ളതാണ്. തീർച്ചയായും സുഗതന്റെ ജീവന് വളരെ വളരെ ഭീഷണിയുണ്ട്. ഭീഷണിയുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം ഇപ്പൊ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാന്ന് കോടതി കൂടെ പറഞ്ഞ സ്ഥിതിക്ക് കൗൺസിലറായിട്ട് ഇനിയും നിലനിൽക്കും എന്നൊരു സാഹചര്യം നിൽക്കുമ്പോൾ ഇത്രയും ചെയ്തു വെച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇത്രയും പണിപ്പെട്ടിട്ട് പെട്ടെന്ന് ഈ വെളുക്കുവോളം വെള്ളം കോരിയിട്ട് കലമടയ്ക്കുന്ന സ്ഥിതിയിലേക്കൊക്കെ വരുമ്പോൾ സഹിക്കാൻ പറ്റില്ല. പൊതുവേ അതെ. കോർപ്പറേഷൻ കൈവിട്ടു പോയ സമയം തൊട്ട് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ. അത് തന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു ഭയത്തിലാണ് ഇവരെല്ലാവരും ഉള്ളത്. ആരൊക്കെയാണ്? സി.പി.എമ്മിൻ്റെ നേതാക്കളായാലും ശരി തന്നെ, ഈ പറയുന്ന കോൺഗ്രസിൻ്റെ നേതാക്കളായാലും ശരി തന്നെ, അവരെല്ലാം വളരെ ഭയപ്പാടിലാണ് എന്നുള്ളതാണ് വാസ്തവം. ഏതായാലും ഇനി അങ്ങോട്ട് ഇവരെത്ര ശ്രമിച്ചാലും ശരി തന്നെ ബി.ജെ.പി നഗരസഭയെ താഴെ ഇറക്കാൻ കഴിയില്ല. അതിൻ്റെ അവസാനം തിളപ്പിച്ച വെള്ളവും ആ അടുപ്പിൽ തന്നെ വീണ് കെട്ടു എന്നുള്ളതാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇനി അവർ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ? നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. നിരന്തരമായി ഈ പറയുന്ന നമ്മൾ കഴിഞ്ഞ ഈ പറയുന്ന കൗൺസിലിൽ കണ്ടതായിരുന്നു കയ്യേറ്റവും, ഷർട്ട് വലിച്ച് കീറുക, ചൂടുവെള്ളം എടുത്ത ആൾക്കാരുടെ ബി.ജെ.പി കൗൺസിലർമാരുടെ ദേഹത്തൊഴിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ടല്ലേ. ഇനിയിപ്പോൾ ഇത് സ്ഥിരമായിട്ട് കാണും, നിരന്തരമായിട്ട് കാണും. ആ കാണൽ ഒഴിവാക്കാൻ കഴിയില്ല. ഇവരെങ്ങനെ ഈ പറയുന്ന ഭരിക്കുന്ന സംവിധാനത്തെ എങ്ങനെയും ഒഴിവാക്കാനോ ഇല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാനോ ഉള്ള പരമാവധി ശ്രമമായിരിക്കും നടത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അത് കഴിഞ്ഞാൽ വേറെന്തായിരിക്കും ഇവരുടെ ശ്രമം? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കണം. മുമ്പ് ആര്യ രാജേന്ദ്രൻ ഇത് മേയറായിരുന്നപ്പോഴത്തേക്ക് എന്താണ് സംഭവിച്ചത്? നിരന്തരം വിവാദങ്ങളായിരുന്നു. അനധികൃതമായിട്ടുള്ള നിയമനം, സ്വജനപക്ഷപാതം, അഴിമതി, കൈക്കൂലി എന്ന് വേണ്ട, തൊട്ടതിലും പിടിച്ചതിലും മുഴുവൻ പ്രശ്നങ്ങളായിരുന്നു എന്നുള്ളതാണ്. ജില്ലാ കമ്മിറ്റി ഓഫീസ് നേരിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു നഗരസഭ കൂടിയായിരുന്നു. അപ്പോൾ ഇത്രയും പോയിരിക്കുന്ന ഒരു അവസ്ഥയിലുള്ള നഗരസഭയിൽ ആദ്യം, അതായത് അത് ആലോചിച്ച് നോക്കണം, ആര്യ രാജേന്ദ്രൻ കയറി 6 മാസം പോലും തികഞ്ഞില്ല, അപ്പോഴത്തേക്കും തന്നെ നിരവധി ആരോപണങ്ങളാണ് വന്നത്. ഇവിടെ എന്താ വരുന്നത്? 6 മാസം ആകുമ്പോൾ അഭിനന്ദനങ്ങളാണ് വരുന്നത്. ആ അഭിനന്ദനങ്ങളെ സഹിക്കാൻ കഴിയാത്ത ഒരാളുണ്ട്, ശിവൻകുട്ടി. ശിവൻകുട്ടിയുടെ പഴയ ചെയ്തികളൊക്കെ കൂടെ എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്രത്തോളം ക്രൂരമായിട്ടും ചിന്തിക്കാനും പ്രവർത്തിക്കാനും മടിയില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവിന് ഇനി എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഏതായാലും സുഗതൻ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നില്ല കൗൺസിലർ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അധികകാലം ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന്. അത് അധികം അവര് തീർച്ചയായും പേടിക്കണം. ഇങ്ങനെയൊരു കാര്യം വെറുതെ സമാധാനപരമായി പോകുന്ന ഒരു സ്ഥലത്തേക്ക് നിരന്തര സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ഈ പ്രത്യാക്രമണം എന്നൊരു കാര്യമുണ്ടല്ലോ. ഈ പ്രത്യാക്രമണം എന്ന് പറയുമ്പോൾ ഇവര് ഒരു വിഭാഗം ചെയ്യുന്നത് പോലെ വടിയെടുത്തടിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പോവില്ല. നിയമത്തിന്റെ വഴിക്ക്. ഇപ്പോ മേയർ രാജേഷിനെ നോക്കുകയാണെങ്കിൽ അയാൾക്കെതിരെ ഇപ്പോ ഒരാള് ഇത്തരത്തിൽ അയാളെ കാല് തല്ലി ഒടിച്ചു അല്ലെങ്കിൽ ആക്രമണം ഉണ്ടാകുമ്പോൾ അടുത്ത ദിവസം ചെയ്യുന്നത് അവിടുത്തെ അനധികൃതമായ എന്തെങ്കിലും കാര്യം ഇദ്ദേഹം കണ്ടുപിടിച്ചിട്ട് അത് വെളിച്ചത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അടുത്ത ദിവസം തന്നെ അദ്ദേഹം ഇറങ്ങുകയാണ്, തലസ്ഥാനത്തേക്ക് ഇറങ്ങുകയാണ്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ അനധികൃതമായി ഇവിടെ മുൻ സർക്കാർ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയും ഒരു രീതിയുണ്ട്. അല്ലെങ്കിൽ ആക്രമണത്തിന് മറ്റൊരു വശം കൂടെ ഉണ്ടെന്നാണ് നമുക്ക് തിരുവനന്തപുരത്ത് കാണാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ സുഗതനും കൂടെ തിരിച്ചു വരുമ്പോൾ കൗൺസിൽ കമ്മിറ്റിയാണ് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടത്. കമ്മിറ്റി കൂടുന്ന സമയത്ത് എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു എന്തായാലും അടി ഉണ്ടാക്കും.
CPM ആണെങ്കിലും പ്രതിപക്ഷത്ത് നിൽക്കുന്ന CPMഉം അതുപോലെ തന്നെ ഈ ഓടെ കൊണ്ട് വേസ്റ്റ് മനഃപൂർവ്വം തള്ളുന്ന ആളുകളല്ലേ. അപ്പൊ എന്തായാലും ഈ വേസ്റ്റും ചുമന്ന് കൗൺസിലർ യോഗത്തിലേക്കൊക്കെ വരുമോന്നാണ് സംശയം. അത്തരത്തിലുള്ള പല ഇല്ല, പരിപാടികളും അവർ തന്നെ വന്നാൽ മതി. അവർ തന്നെ വരുമ്പോൾ തന്നെ ദുർഗന്ധം വന്നാൽ പോരെ, അവർക്കതാണല്ലോ വേണ്ടത്. അത് അവർ തന്നെ വരുമ്പോൾ ഉണ്ടാവുമായിരിക്കും ഏതായാലും. പക്ഷേ ഇതിനകത്ത് വളരെ ഗുരുതരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് CPMൻ്റെയും ഈ പറയുന്ന കോൺഗ്രസിൻ്റെയൊക്കെ ഗൂഢാലോചനകളാണ്. ആ ഉം. ഗൂഢാലോചനകൾ കൂടി പുറത്തേക്ക് വരേണ്ടതുണ്ട്. ജാമ്യം കിട്ടി സുഗതൻ പുറത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ചുരുളുകൾ കൂടി അധികം വൈകാതെ അഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏതായാലും ജനങ്ങൾക്ക് കാര്യം തിരിയുന്നുണ്ട്. കോടതിക്കും കാര്യം തിരിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. സുഗതനെ അധികകാലം ഈ പറയുന്ന കാപ്പയൊന്നും ചുമത്തി അകത്തിടാൻ കഴിയില്ല. അത് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ജനകീയമായിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നിലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നിയമപരമായിട്ടും അത് അസാധുവാകാനാണ് സാധ്യത. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെക്കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെയും ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.